ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അന്ന് അമ്മ വീട്ടിൽ പോയപ്പോൾ ഒരു 5-6 മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 എണ്ണം പൊട്ടായിരുന്നു. ഭാഗ്യത്തിന് ഒരു 4 എണ്ണം കിട്ടിയിട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ മുട്ടനടിയായിരുന്നു. 4 ആൾക്കും ഓരോന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം. 4 എണ്ണത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പാകത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2-3 പച്ചമുളക്, വേപ്പില, പിന്നെ ഒരു കുഞ്ഞ് ശർക്കര വെച്ച് എല്ലാം കൂടെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഈ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നാളികേരം, ചെറുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ വെന്തിരിക്കണ മാങ്ങയിലേക്ക് ഈ അരപ്പും കൂടെ ഒഴിച്ച് തിള വരുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഒരു 2 കയ്യിൽ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിൽ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉലുവയും കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടാവും. അപ്പം ഇനി സമയം കളയാതെ നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ചോറും നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ട് കേട്ടോ. ഷാജൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാ. ഈ ഒരു മാങ്ങ കറിയിലേക്ക് ഈ ഒരു കണ്ണിമാങ്ങ അച്ചാർ സൂപ്പറാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ ഒരു നമ്മൾ വറുത്തിട്ടിരിക്കുന്ന വറ്റൽമുളകും കൂടെ അല്ലേ, അതും കൂടെ ഞെരടി കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് വരിക. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അസലായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.